സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് ദിയ ഇപ്പോൾ കടന്നു പോകുന്നത്. തന്റെ ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ്. എന്നാൽ ഇപ്പോഴിതാ തന്റെ ഭർത്താവായ അശ്വിൻ ഗണേഷിന്റെ കയ്യിലുള്ള ടാറ്റു ആണ് സംസാര വിഷയം. കാരണം മുൻകാമുകനായ വൈഷ്ണവിന്റെ കയ്യിലും സമാനമായ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അതിപ്പോൾ അശ്വിനെ കൊണ്ട് അനുകരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ അതോ അശ്വിൻ അനുകരിക്കുന്നതാണോ എന്നാണ് പലരും കമന്റായി ചോദിക്കുന്നത്. ടാറ്റു തനിക്ക് വളരെ ഇഷ്ടമാണെന്ന് ദിയ തന്റെ വ്ലോഗിലൂടെ തന്നെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ടാറ്റു ശ്രദ്ധിച്ചിട്ടുള്ളത് ക്രിക്കറ്റർ വിരാട് കോഹ്ലിയുടെ കയ്യിലുള്ളതാണ്. താനാണ് അശ്വിന് ടാറ്റുവിന്റെ ഡിസൈൻ കൊടുത്തതെന്നും ദിയ പറയുന്നുണ്ട്. എന്നാൽ വീഡിയോ കണ്ട ചിലർക്ക് ഇത് ഇഷ്ടമായില്ല എന്ന് വേണം പറയാൻ. ചിലർ ദിയയുടെ മുൻകാമുകന്റെ പേര് വരെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലും ഇതുപോലെ തന്നെ ഒരു ടാറ്റു ഉണ്ട്. അതുകൊണ്ട് അശ്വിനിൽ വൈഷ്ണവിന്റെ ക്ലോൺ ഉണ്ടാക്കാനുള്ള ഡെസ്പറേഷനിലാണ് ഓസി എന്നാണ് ഒരാളുടെ കമന്റ്. എനിക്കും അങ്ങനെ തന്നെ തോന്നിയതാണെന്ന് മറ്റൊരാളും കമന്റ് ചെയ്തിട്ടുണ്ട്. അശ്വിനെ കൊണ്ട് ദിയ നിർബന്ധിച്ച് ടാറ്റു ചെയ്യിപ്പിച്ചതുപോലെയുണ്ടെന്നാണ് ചിലർ പറയുന്നത്. അതായത് മുൻകാമുകന്റെ കയ്യിലുള്ള ടാറ്റു പോലെ സ്വന്തം ഭർത്താവിനും ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണോ എന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. അതേസമയം ഈ നെഗറ്റീവ് കമന്റുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ദിയ മറുപടി ഒന്നും തന്നെ നൽകിയിട്ടില്ല. മുൻ പ്രണയങ്ങളിലെല്ലാം താൻ വഞ്ചിക്കപ്പെട്ടതാണെന്ന് ദിയ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അശ്വിന്റെയും ദിയയുടെയും കോമൺ സുഹൃത്തായിരുന്നു വൈഷ്ണവ്. ഇവർ ഒരുമിച്ചുള്ള വ്ലോഗുകൾ പലപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ബ്രേക്കപ്പിന് ശേഷം ദിയ അശ്വിനുമായി അടുക്കുകയും പിന്നീട് പ്രണയത്തിലാകുകയും വൈകാതെ ഇരുവരുടെയും വിവാഹം നടക്കുകയും ചെയ്തു.